Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Are you ready? Yes. Yes. Good afternoon, Miss. Good afternoon. Take your Hindi text. Good afternoon. Take your Hindi textbook. Take your Hindi textbook. ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? एक बुक. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ പറയുന്നത് കേൾക്കുന്നില്ല. മ്യൂട്ടാണ്. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല മിസ്സേ. കേൾക്കുന്നില്ല. Hear me? Yes. 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 കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? एक बूंद. ഏത് ലെസനാണ്? 13th lesson. നിങ്ങൾക്ക് 13ാമത്തെ ഏക് ബൂന്ത് വരെ എടുത്തോ? Yes. 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 ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്നവരല്ല ഞാൻ ചോദിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് മാത്രം ഉപയോഗിക്കുന്ന കുട്ടികള്, അവർക്ക് ഏക് ബൂന്ത് എന്നുള്ള ലെസൺ 13ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞോ? Yes. Yes. ഷഫി, Yes, ഹൃദയകൃഷ്ണ പറയാമോ? മിസ്സേ കഴിഞ്ഞായിരുന്നു. ഒന്നാമത്തെ ലെസൺ കഴിഞ്ഞു. വർക്ക്സ് എല്ലാം എഴുതിയോ? Yes. Yes. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്സാമിന് ഡിസംബർ 2nd വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് നിങ്ങളുടെ എക്സാം ആണ്. ഒമ്പതാമത്തെ ചാപ്റ്റർ മുതലല്ല നിങ്ങൾ ഇനി എക്സാമിന് പഠിക്കേണ്ടത് അല്ലേ? 8 വരെയല്ലേ എക്സാമിന് വന്നത്? അപ്പൊ 9, 10, 11, 12 ഈ 4 പാഠഭാഗങ്ങളാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. മനസ്സിലായോ? മിസ് 9 മുതൽ 12 വരെ ഉള്ളോ? 12 വരെയുള്ളൂ. ഏക് ബൂന്ത് 13 പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഒഡീഷ കി മമത വരെ, ഒഡീഷ കി മമത വരെയുള്ള പാഠം 13ാമത്തെ പാഠം നെക്സ്റ്റ് ചാപ്റ്റർ എക്സാമിനാ വേണ്ടത്. മിസ്
അപ്പൊ മിസ് അതിന്റെ ഓറൽ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഇന്ന് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് രാവിലെ. ഓറൽ ക്വസ്റ്റ്യൻസിന്റെ മാത്രം, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതാത്തതാണ്. ടെക്സ്റ്റ് ബുക്കിൽ വേണമെങ്കിൽ എഴുതിയിട്ട് പഠിക്കാം. മനസ്സിലായോ? ഓറൽ ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അലൻ ക്ലിയർ ആയില്ലേ മോനെ? മനസ്സിലായില്ലേ? ഡിസംബർ 2nd വീക്ക് ആവാനാണ് സാധ്യത. ടൈം ടേബിൾ തരും. ഗൂഗിൾ ഫോമിലാണ് എക്സാം. 25 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അതിൽ നിങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന വേർഡ് മീനിങ്, ഓപ്പോസിറ്റ് വേർഡ്സ്, സിനോണിമിസ്, പര്യായ പദങ്ങള് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ വരും. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ. ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് 1 വേർഡ് ആയിരിക്കുന്നു മാത്രം. അപ്പൊ ഓറൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു 3 പാഠത്തിന്റെ ഓറൽ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ ഇന്ന് രാവിലെ 11 ആ സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് എഴുതി വെക്കാം ടെക്സ്റ്റ് ബുക്കില്. ഇത് പഠിക്കുക. കേട്ടല്ലോ? എല്ലാരും മറക്കാതെ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ശ്രീദേവ്, ഷെഫി, കുറച്ചു പേര് എബിൻ ബിജു ഒക്കെ വീട് തന്നെയല്ലേ, സ്കൂളിലേക്ക് വരുന്നില്ലല്ലോ. അപ്പൊ നിങ്ങളെ നിങ്ങളുടെ രീതിയിൽ ഇങ്ങനെ പോയിക്കൂടാ. നിങ്ങളുടെ നോട്ട്സ് കംപ്ലീറ്റ് ആവണം. അലൻ, സാജ്, അമയ, സുരേന്ദ്രൻ ഇവരൊക്കെ നോട്ട് നിർബന്ധമായും കംപ്ലീറ്റ് ആയിരിക്കണം. ആൻഡ്രോസ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവര് നിർബന്ധമായും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. അങ്ങനെ മറയത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ട്രൂ ലൈറ്റിൽ എന്തായാലും ഓൺലൈൻ ക്ലാസ് ഉള്ളത്. ഓൺലൈൻ ക്ലാസ് നിർബന്ധമായിട്ട് ഇരിക്കണം. അദ്വൈത് എന്ത് പറ്റിയിരുന്നു കഴിഞ്ഞ ആഴ്ച? അദ്വൈത് കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു ലീവ്? ഓ ഓക്കെ. ആൻഡ്രോസെ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ആൻഡ്രോസിന്റെ വീട്ടിലിരിക്കുന്നുണ്ട്, സ്കൂളിലേക്ക് വരുന്നില്ലല്ലോ. കംപ്ലീറ്റ് ആണല്ലേ? അതായത് എല്ലാ നോട്ട്സും ഒന്ന് മാത്രല്ല, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? മിസ്സിന് ഒന്നാമത് നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കാൻ വേണ്ടി ടൈം കിട്ടാത്തോണ്ടാണെന്ന് പേരൻസിനോട് പറയുക. ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്, പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് വർക്കുകൾ മിസ്സിന് തലയിലായി പോയി. അതുകൊണ്ടാണ് മിസ് നിങ്ങൾ ഓരോരുത്തരെയും വീട്ടിലിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിന് മാത്രം ആശ്രയിക്കുന്നവരെ വിളിക്കാനുള്ള ടൈം കിട്ടാത്തത്. അപ്പൊ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ നോട്ട്സും ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ എല്ലാ സബ്ജക്റ്റിന്റെയും കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഇത് നന്നായിട്ട് പഠിക്കുകയും കൂടി ചെയ്യുക. ഓക്കെ. അപ്പൊ 9ാമത്തെ ലെസൺ 9, 10, 11, 12 ഈ 4 ഒഡീഷയ്ക്ക് മമത വരെയുള്ള ലെസൺ ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ, ഓറൽ ക്വസ്റ്റ്യൻസിൻ്റെത് ഞാനിന്ന് ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. വേണ്ടവർക്ക് അത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ച് പഠിക്കാവുന്നതാണ്. അതൊക്കെ എക്സാമിന് വരും. പിന്നെ വേർഡ് മീനിങ് പഠിക്കണം. ഈ 4 പാഠത്തിന്റെ വേർഡ് മീനിങ് പഠിക്കണം. വിലോമ ശബ്ദം ഉണ്ടാവും, അതുപോലെ പര്യായ പദങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവയെല്ലാം എന്ത് ചെയ്യണം? നന്നായിട്ട് എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. വെറുതെ ഇരുന്ന് സമയം കളയരുത്. പിന്നെ അതിന്റെ കൂടെ എല്ലാവരും കോപ്പി റൈറ്റിംഗ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുന്ന ബാച്ച് ഈ കുട്ടികളെല്ലാവരും എപ്പോഴാണോ വരുന്നത് അപ്പോഴെന്ത് ചെയ്യാ? നിങ്ങളെ നോട്ട് ഇതുവരെയുള്ള പാഠങ്ങൾ 13 പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 13 പാഠം നിങ്ങളുടെ നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. മിസ് നോട്ട് ചെക്ക് ചെയ്യുന്നതാണ്. നോട്ട് നിർബന്ധമായും സ്കൂളിൽ വരുന്നവര് ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും കോപ്പി റൈറ്റിംഗിന്റെ ബുക്കും കൊണ്ടുവരണം. നിർബന്ധമാണ്. കേൾക്കുന്നില്ല ആൻഡ്രോസ്? എന്താണ് മിസ്സിന് ക്ലിയർ ആയിട്ടില്ല. എക്സാം നടക്കുന്നത് ഗൂഗിൾ ഫോമിലാണ്. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. അത് ഓൺലൈനില്, അതായത് ഗൂഗിൾ ഫോമിൽ വരുമ്പോൾ രാത്രിയിലായിരിക്കും മിക്കവാറും എക്സാം നടത്തുക. ഡെയിലി ബാക്കിയുള്ള സമയങ്ങളിൽ ക്ലാസ് സാധാരണ പോലെ ഉണ്ടാവുന്നതായിരിക്കും. നൈറ്റ് ആയിരിക്കും മിക്കവാറും എക്സാം ഉണ്ടാവുക. കാരണം ഓൺലൈൻ ഓഫ്ലൈൻ 2 കുട്ടികളും അറ്റൻഡ് ചെയ്യേണ്ടതല്ലേ.
മിസ്സിന് അത് ഇനിയും ക്ലിയർ ആയിട്ടില്ല മോളെ. ഞാൻ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ പറയുന്നത് എനിക്ക് സൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. അമേയ സുരേന്ദ്രൻ 9, 10, 11, 12 4 പാഠങ്ങളാണ് പഠിക്കേണ്ടത്. Can you hear me? Yes. ഇനി പറഞ്ഞു ആൻഡ്രോസ്. എന്താ പറഞ്ഞത് ആൻഡ്രോസേ? എന്താ പറഞ്ഞത്? പരീക്ഷയ്ക്ക് എത്രാം പാഠം? 9, 10, 11, 12 നേരത്തെ പറഞ്ഞു, ഒരു 10 പ്രാവശ്യം പറഞ്ഞു മിസ്. അത് 9ാമത്തെ ചാപ്റ്റർ 10, 11, 12, 13 വരില്ല. 12 പാഠങ്ങൾ നിങ്ങൾക്ക് വേണ്ടു ഈ എക്സാമിന്. 13 ഒന്ന് അധികം എടുത്തു വെച്ചേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ നോട്ട്സും ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളും 13 പാഠങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓക്കെ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം, ഓറൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അതെല്ലാം വേണമെങ്കിൽ ആ പേജിനനുസരിച്ച് അവിടെ എഴുതി വെച്ച് പഠിച്ചോ. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. ശ്രീദേവ് എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല മോനെ? ശ്രീദേവ്, അമേയ, ആൻഡ്രോസ്, എബിൻ ബിജു. എബിൻ ബിജു എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? Yes. ഷെഫിയോ? Yes, miss. അലൻ സാജ്. എന്താണ്? ശനിയാഴ്ചത്തെ ക്ലാസ് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തു. എന്ത് പറ്റി? എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ടില്ല മിസ്. ക്ലാസ് നോക്കണേ, അത് ഒന്നും ആബ്സെന്റ് ആയി പോലെ. കാരണം നിങ്ങൾക്ക് വേറെ രക്ഷയില്ലല്ലോ. ആഷിനില്ലല്ലോ. അതിന് നിങ്ങളെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, miss. നോ മിസ്. പിന്നെ സെബ ക്ലാസ് കേറാറില്ലേ? എല്ലാ ക്ലാസ്സിലൊന്നും സെബ ഉണ്ടാവാറുണ്ടോ? സെബ No, miss. ഇടയ്ക്കൊക്കെ കേറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കേറാറുള്ളൂ. Yes. അതാ ആരുടെ സൗണ്ട് കേൾക്കുന്നത്? ഒന്ന് മ്യൂട്ട് ചെയ്തേ ആരോൺ. ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. ആരോണേ മ്യൂട്ട് ചെയ്ത് വെക്ക്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ നിങ്ങൾക്ക്? No, miss. എബിൻ ബിജു എന്താണ് നഖമൊക്കെ കടിച്ചിങ്ങനെ ഇരിക്കുന്നത്? 13ാമത്തെ ലെസൺ വരെ നോട്ട്സ് കംപ്ലീറ്റ് ആണോ എബിൻ ബിജുന്റെ? Yes, miss. കോപ്പി റൈറ്റിംഗ് എല്ലാവരും എഴുതുന്നുണ്ടോ? Yes. എല്ലാവരും എഴുതുന്നുണ്ടല്ലേ? ഉഷാറാണല്ലേ? എല്ലാവരും നല്ല മക്കളായിട്ട് ഇരിക്കണേ. എല്ലാ നോട്ട്സും കംപ്ലീറ്റ് ആക്കുക. പിന്നെ കുറച്ചു പേര് പിന്നെ ബാക്കിയുള്ളവരുടെ ഞാൻ ചോദിക്കാത്ത അവരെ പിന്നെ സ്കൂളിൽ വന്ന് ഞാൻ കാണുന്നുണ്ടല്ലോ, അവരെ പിന്നെ കാണുന്നുണ്ട്. നിങ്ങളെ തീരെ
കാണുന്നേ ഇല്ല. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ട മിസ് ഇന്നത് ക്ലാസ് വേണമെന്ന് പറയാനുള്ള കാരണം. എല്ലാരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് സ്ഥിതി എന്നൊക്കെ അന്വേഷിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാരും നല്ല പോലെ പഠിക്കുക. വേർഡ് മീനിങ് ഇംഗ്ലീഷും പഠിക്കണം, ഹിന്ദിയും പഠിക്കണം. ഹിന്ദി മീൻസ് ഹിന്ദി വേർഡ് പഠിക്കണം, അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും പഠിക്കണം. ചിലപ്പോ ഹിന്ദി ആയിരിക്കും എഴുതാനുണ്ടാവുക, ചിലപ്പോ ഇംഗ്ലീഷ് ആയിരിക്കും എഴുതാനുണ്ടാവുക. അത് ഇംഗ്ലീഷ് തന്നിട്ട് ഹിന്ദി എഴുതാനാവാം, ഇല്ലെ ഹിന്ദി തന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എഴുതാനാവാം. വേർഡ് മീനിങ് കേട്ടല്ലോ. അതില് ഇന്നിപ്പോ ഞാൻ മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ അയച്ചിട്ട് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പേജ് നമ്പർ 51 ഓറൽ ക്വസ്റ്റ്യൻസ് നോക്കുക. പേജ് നമ്പർ 51 ഓറൽ ക്വസ്റ്റ്യൻസ്. ദർബാരിയോം ने अपने योजना में किसे शामिल कर लिया? രാജസദസ്സിലുള്ളവരെ അവരുടെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആരെയാണ് റെഡിയാക്കി നിർത്തിയത്? ഏക്ക് ഫൽവാലേക്കോ, ഒരു പഴ കച്ചവടക്കാരനെയാണ് അല്ലെ തെന്നാലിരാമൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തെന്നാലിരാമനെ ഘർ കെ ബാഹർ ക്യാ ദേഖ, തെന്നാലിരാമൻ വീടിന് പുറത്ത് എന്താ കണ്ടത്? ഏക്ക് ഫൽവാലേക്കോ, ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനെയാണ് കണ്ടത്. ഫൽവാലേനെ തെന്നാലിരാമൻ കി ശിക്കായത്ത് കിസ്സേക്ക്, ഫൽവാല തെന്നാലിരാമന്റെ പരാതി ആർക്കാണ് നൽകിയത്? മഹാരാജസെ. तेनालीराम को दरबार में हाजिर होने का आदेश क्यों दिया गया? ഹാജരാവാൻ വേണ്ടിട്ട് തെന്നാലിരാമനോട് രാജസദസ്സിലേക്ക് ഹാജരാവാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? രാജാനെ. അങ്ങനെയുള്ളത് വൺ വേർഡ് ആണ് അല്ലെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിലതാ പേജ് നമ്പർ 55 സ്വച്ഛ ഭാരത് കാ സപ്ന എന്നുള്ളതല്ലേ. ഹം സബ് കാ ക്യാ സപ്ന ഹെ, നമ്മുടെ ഓരോരുത്തരുടെ സ്വപ്നം എന്താണ്? സ്വച്ഛ ഭാരത് അല്ലെ. സ്വച്ഛ ഭാരതം, ശുചിത്വ ഭാരതം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സ്വപ്നം. ഹമേ കൂടാ കഹാൻ ഡാൽന ചാഹിയെ, നമ്മൾ വേസ്റ്റ് എവിടെ ഇടാൻ പാടുള്ളൂ? വേസ്റ്റ് ബിൻ. കൂടേദാൻ അല്ലെ, വേസ്റ്റ് ബിന്നില്. സ്വച്ഛ ഭാരത് കാ സ്വപ്ന കൈസ സാഗാർ ഹോഗ, നമ്മളെ സ്വച്ഛ ഭാരത് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഗുദ്സെ, നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പ്രയത്നിക്കണം അല്ലെ, സ്വയം. അതിൽ 4ാമത് കവിത യാദ് കർക്കെ കക്ഷാമി സുനേ എന്നാണ്. ആ കവിത ബൈഹാർട്ടാക്കിയിട്ട് ക്ലാസ് റൂമിന്ന് ചൊല്ലാൻ വേണ്ടിട്ട്. പിന്നെ അതുപോലെ പേജ് നമ്പർ 62 അടുത്തത് മധുരിമാക്കി പസന്ദീദ ഗിലാഡി കോൻ ഹെ, മധുരിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരി ആരായിരുന്നു? PV സിന്ധു അല്ലെ. ഇന്റർവ്യൂ നടത്തിയ സിന്ധു കാ പൂരാന ക്യാ ഹെ, PV സിന്ധുവിന്റെ ഫുൾ പേരെന്തായിരുന്നു? പുസരല വെങ്കട് സിന്ധു. എഴുതി പഠിച്ചോ, പുസരല വെങ്കട് സിന്ധു എന്നാണ്. സിന്ധുനെ ബാഡ്മിന്റൺ की शुरुआती शिक्षा कहां से प्राप्त की? സിന്ധു ബാഡ്മിന്റന്റെ ആ ശിക്ഷ വിദ്യാഭ്യാസം എവിടുന്നാണ് പ്രാക്ടീസ് ഫസ്റ്റ് തുടങ്ങിയത്? ആരുടെ അടുത്തുനിന്നാണ്? പുലേല ഗോപിചന്ദ് അല്ലേ. യെസ്. സിന്ധു കോ ഖേൽനെ की പ്രേരണ किससे मिली? സിന്ധുവിന് ബാഡ്മിന്റൺ കളിക്കാനുള്ള പ്രേരണ ലഭിച്ചതും എവിടുന്നാണ്? പുലേല ഗോപിചന്ദ് സെ. അതുപോലെ ഒഡീഷ की മമത എന്നല്ലേ പേജ് നമ്പർ 67 മമത को किस पुरस्कार से सम्मानित किया गया? മമതക്ക് ഏത് പുരസ്കാരം ലഭിച്ചത്? ബാലവീർദ അല്ലെ, ബാലവീർദ. മമത കഹാൻ की रहने वाली थी? മമതയുടെ വീട് എവിടെയായിരുന്നു? ഒഡീഷ. വെരി ഗുഡ്. आसंदी का जीवन खतरे में है, ममता को इस बात का पता कैसे चला? ആസന്തിയുടെ ജീവൻ അപകടത്തിലാണെന്ന് എങ്ങനെയാണ് തിരിച്ചത്? അവൾ എന്ത് ചെയ്തു? ബായ ഹാത്ത് പക്കട അല്ലെ, അവരുടെ കൈ പിടിച്ച് വലിച്ചില്ലേ? മമതാനെ കോൺസ സാഹസി കാർനാമ കിയ, എങ്ങനെയുള്ള സാഹസിക പ്രവൃത്തിയാണ് അവൾ ചെയ്തത്? ബഹാദുരിക അല്ലെ, ബഹാദുരിക. അപ്പൊ അത്രയുമാണ് നിങ്ങൾക്ക് ഓറൽ ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ളത്. ഓറൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, വൺ വേർഡ് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ മുഴുവനും പഠിച്ചു വെക്കുക. വേർഡ് മീനിങ് മിസ് പറഞ്ഞതുപോലെ സമാനാർത്ഥി ശബ്ദം, മുഹാവരെ, നിങ്ങൾക്ക് ബാക്കി ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ടോ ഹിന്ദി മേം അർത്ഥലിക്കോ അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നല്ല പോലെ പഠിച്ചിരിക്കണം. ഓപ്പോസിറ്റ് വേർഡ്സ്,
വേർഡ് മീനിങ്, അതുപോലെ സമാനാർത്ഥി ശബ്ദ മുഖാവര, പിന്നെ അതുപോലെ വചൻ ബദലോ, ചേഞ്ച് ദ നമ്പർ. ഡിറ്റേഷൻ വേർഡ് വരൂ? ഡിറ്റേഷൻ വേർഡ് വരില്ല. വചൻ ബദലോ എന്നുണ്ടല്ലോ, പേജ് നമ്പർ 53 വചൻ ബദലോ. അതെല്ലാം പഠിക്കുക കേട്ടോ. എല്ലാരും ഡിസംബർ 2nd വീക്കിലായിരിക്കും അത് ടൈം ടേബിൾ തരും നിങ്ങൾക്ക്. ഫസ്റ്റ് വീക്ക് ആയില്ലേ, 2 ദിവസം കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് ആയില്ലേ, അപ്പൊ നിങ്ങൾക്ക് 2nd വീക്കിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പൊ മക്കൾ ഓരോരുത്തരും ഇതൊക്കെ പഠിച്ചു വെക്കുക. ഏതൊക്കെ മിസ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്? വേർഡ് മീനിങ് പഠിക്കണം. വേർഡ് മീനിങ് എങ്ങനെയൊക്കെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സന്തൂക്ക് എന്ന് പറഞ്ഞാല് ബോക്സ് എന്നാണല്ലോ. സന്തൂക്ക് എന്ന് പറഞ്ഞാൽ ബോക്സ് എന്നാണ്. ഇപ്പൊ മിസ് ഒന്നെങ്കിൽ ബോക്സിന്റെ ഹിന്ദി എഴുതാനായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? സന്തൂക്ക് എന്ന് എഴുതണം. അത് സന്തൂക്ക ഇംഗ്ലീഷ് മീനിങ് ചോദിക്കുന്ന ശബ്ദാർത്ഥം നിഖിലോന്നാണെങ്കിൽ നിങ്ങൾ ബോക്സ് എന്ന് എഴുതി വെക്കണം. എഴുതി വെക്കണം എന്നല്ല, സെലക്ട് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയോ? 25 മാർക്കിന്റെ ഗൂഗിൾ ഫോമിലാണ് ക്വസ്റ്റ്യൻ എഴുതാനുണ്ടാവുക. ഇല്ല അതില്ല. ഗൂഗിൾ ഫോമിൽ ആൻസർ സെലക്ട് ചെയ്യേണ്ടതല്ലേ, എഴുതേണ്ടതല്ലോ. അപ്പോ നിങ്ങൾക്ക് ടൈം തരും. ആ ടൈമിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. 25 മാർക്കിൽ 25 മാർക്കും എല്ലാ മക്കളും പഠിച്ച് ഹിന്ദിയിൽ മാർക്ക് വാങ്ങിയിരിക്കണം. അത് മിസ്സിന്റെ കൂടി ഒരാഗ്രഹമാണ്. ഓക്കെ, ഇത്രയും മതില്ലേ? എല്ലാരും നന്നായിട്ട് പഠിക്കട്ടോ. ഓക്കെ, ബൈ, സി യു, ബൈ. മിസ് നിങ്ങളെ കുറച്ചു പേരെ കാണാത്തോണ്ടൊന്ന് മിസ് ഒന്ന് കയറി ഒന്ന് എല്ലാരും കാണാന്ന് കരുതിയിട്ട് വന്നതാണ്. പാഠങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, എങ്കിലും എനിക്ക് നിങ്ങളൊന്ന് കാണാനിട്ട് ഒരു ടെൻഷൻ. അലൻസാജ്, ആൻഡ്രോസ്, അതുപോലെ ഷെഫി, അമേയ, എബിൻ, ബിജു. ബാക്കിയുള്ളവര് പറഞ്ഞാല് ശ്രീദേവും അതുപോലെ ശ്രീദേവും ഇല്ല. സിനാനും, അദ്വൈത്, കമൽ, ആയദേവ്, ആരോണെല്ലാം ഞാൻ ഇവിടുന്ന് കാണുന്നതല്ലേ സ്കൂളിന്ന്. ബാക്കിയുള്ളവരെ കാണാനിട്ടുള്ളൊരു ടെൻഷന് വന്നതാണ്. ഓക്കെ, ബൈ, സി യു. നന്നായിട്ട് പഠിക്കട്ടോ. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ.